ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കില്ല കേട്ടോ. ആ റീല് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ബിഹൈൻഡ് ദ സീനിൽ എന്താ നടന്നതെന്നൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റീൽ ഓൾറെഡി റെഡി ആയിപ്പോയി. ഞാനതങ്ങ് പോസ്റ്റും ചെയ്തു പോയി കേട്ടോ. അപ്പോൾ എനിക്കിത് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാനതൊന്ന് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ബിഹൈൻഡ് ദ സീൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ടാഗ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ റീൽ പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്തുള്ള തന്നെ ഉള്ളൊരു പുഞ്ചയാണ് കേട്ടോ. കരിങ്ങാലി പുഞ്ച എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് കുടശനാട്, അത് നമ്മുടെ നൂറനാട്, ആലപ്പുഴ ജില്ലയിലെ നൂറനാട്ടിൽ കുടശനാട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിൽ അടുത്തുള്ളൊരു പുഞ്ചയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ഉള്ളൊരു പുഞ്ചയാണ് കേട്ടോ. ഇതിങ്ങനൊന്നും അല്ലായിരുന്നു ഈ പാടം എന്ന് പറയുന്നത്. അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പണ്ട് ഭയങ്കര രസമായിരുന്നു ഇവിടെ കാണാനെന്നാണ്. പക്ഷേ ഇപ്പോൾ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എന്നാലും നല്ല രസമുള്ള നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഒരു ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര മെൻ്റൽ പീസ് കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ വന്ന് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കുഞ്ഞിൻ്റെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് കൂടാതെ ഇവിടെ ഒരു സേവ് ദ ഡേറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഒന്നിച്ച് കൊളാബായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ആ പ്ലേസിൻ്റെ ബ്യൂട്ടി എന്തായിരിക്കും. ഞങ്ങൾക്ക് ചെറിയൊരു സ്പേസ് മാത്രമേ കവർ ചെയ്യാൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യം ഈ ഒരു പ്ലേസിലാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സൂര്യൻ വരുന്ന രീതിയൊക്കെ, സൂര്യൻ പോകുന്നത് വരുന്ന രീതിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ സൂര്യൻ ഭയങ്കരമായിട്ടങ്ങ് വെട്ടം നിൽക്കുന്നുണ്ടായിരുന്നു, സൂര്യൻ്റെ വെട്ടം. അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾ മാറ്റി വേറൊരു മരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചു കേട്ടോ. ആക്ച്വലി ഞങ്ങളെടുത്ത ഏറ്റവും വലിയ ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു കേട്ടോ. ഈ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് കൊണ്ടുവച്ച സ്ഥലത്താണ് ഏറ്റവും നല്ല ഫോട്ടോസ് കിട്ടിയത്. ഞങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെടുത്ത ഏറ്റവും വലിയ തീരുമാനമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ആ ഫോട്ടോഗ്രാഫിയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ആ മരത്തിൻ്റെ ഭംഗി, ആ മരത്തിൻ്റെ ഇടയിലൂടെ ആ സൂര്യൻ വന്ന ഭംഗിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് നന്നായിട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കല്യാണം മുതൽ എനിക്ക് ഈ സ്റ്റുഡിയോക്കാരെ അറിയാം. കല്യാണം, എൻ്റെ വളകാപ്പ് ഫങ്ഷൻ, പിന്നെ 28-ന് ഞാൻ അങ്ങനെ ഫങ്ഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഫങ്ഷനായിരുന്നു, ഫോട്ടോഗ്രാഫി അങ്ങനെയൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫംഗ്ഷൻ വിളിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടുണ്ട്, പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത് സ്റ്റുഡിയോ ആണ് വിളിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്കും വർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നല്ല വർക്കാണ് ഇവരുടേത്. ഫ്രണ്ട്ലി ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ 2 വർക്ക്, അതായത് 3ാമത്തെ വർക്കാണ് പോകുന്നത്. ഇനിയും വർക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുഞ്ഞ് എന്തുമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ഈ വർക്കിലിരിക്കുന്നതെന്നുള്ളത്. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ആ പ്ലേസിലിരിക്കുന്നത് കേട്ടോ. ആ പുല്ലിലൊക്കെ അവൻ വലിച്ചു പറിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് വിടുന്നത് കേട്ടോ. അപ്പോൾ അവൻ അതായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ഷമ വേണ്ടൊരു ഫോട്ടോഷൂട്ടാണ്. ഈ സ്റ്റുഡിയോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നന്നായിട്ട് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാൻ കാരണം വെച്ചാൽ കുഞ്ഞിനെ ഒട്ടും മുഷിപ്പിച്ചില്ല. മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവം സെറ്റ് ചെയ്ത് ഞങ്ങളെ ഹാപ്പിയാക്കി തിരിച്ചു വിട്ടു. ഞാൻ 6:15 ആയപ്പോൾ തന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മാക്സിമം അങ്ങനത്തെ ഷോട്ട് കിട്ടിയില്ല, ഇങ്ങനത്തെ ഷോട്ട് കിട്ടിയില്ല, അങ്ങനത്തെ ഒരുമില്ല. ആ കിട്ടുന്ന സമയത്ത് തന്നെ മാക്സിമം ഷോട്ട്സ് അവർ കവർ ചെയ്ത് മാക്സിമം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കും ചുരുങ്ങിയ ചിലവിലൊക്കെ നിങ്ങൾക്ക് ചെയ്യണം, ഒരു പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ആ റീല് നിങ്ങൾക്ക് എടുത്ത് കണ്ടു നോക്കുക. ഒത്തിരി ഞാൻ ഹാപ്പിയാണ്.
നിങ്ങൾ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരിക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയും കമൻസും ലൈക്കും ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. നമുക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.